കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറ്റസമ്മതം നടത്തി അല്ലേ? ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്ന ഗവൺമെന്റ് പരാതി ഇതോടെ പൊളിയുകയാണ്. കേസിൽ KSUക്കാരായ 5 പ്രതികൾക്കെതിരെ വധശ്രമം കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം ജയിലിലടച്ചത്. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ വയലിൽ പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. പ്രമാദമായ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മൊഴി നൽകാതിരുന്ന മന്ത്രി 2 ദിവസം മുമ്പാണ് വിശദമായ മൊഴി നൽകിയത്. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? ഒരു മന്ത്രിക്ക് നേരെ നടന്ന സാധാരണമായ ഒരു കരിങ്കൊടി പ്രതിഷേധം അതിനെ വധശ്രമമാക്കി ചിത്രീകരിക്കുക, അതിന്റെ പേരിൽ 5 KSU വിദ്യാർത്ഥികളെ ജയിലിലടക്കുക, വലിയ തരത്തിൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, പ്രതികളുടെ ഒരാളുടെ വീട്ടിലേക്ക് ബോംബെറിയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. മിനിസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുകയാണ്. മിനിസ്റ്റർ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പോകും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. ആശുപത്രിയിലെ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേറ്റതായി ഇല്ല. സുരക്ഷ ഒരുക്കാനെത്തിയ ടൗൺ സ്റ്റേഷനിലെ 3 പോലീസുകാരുടെ മൊഴിയിലും വധശ്രമം ഇല്ല. ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥന. മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം പലകുറി ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ കേസ് 2 മാസം പൂർത്തിയാകുമ്പോഴാണ് മന്ത്രി മൊഴി നൽകിയത്. എടാ, വേണ്ടാത്തതൊക്കെ അന്വേഷിക്കാനുള്ള നിന്റെ ഈ വക്രബുദ്ധി നീ നേരാമണ്ണം ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നെ നല്ലൊരു CID ആയനെ. 2 മാസം വരെ കാത്തിരുന്ന് മാത്രമാണ് ഈ കേസിൽ 1ാം സാക്ഷിയാകുന്ന ആക്രമിക്കപ്പെട്ടുവെന്ന് FIR-ൽ പറയുന്ന മന്ത്രി വീണ ജോർജ് മൊഴി നൽകാൻ തയ്യാറായതെന്നുള്ളതാണ് ഏറ്റവും അതിശയകരം. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു എന്നൊരു കേസ് മന്ത്രിക്കുമില്ല. അപ്പോൾ ആ എടുത്ത കേസിലെ വകുപ്പുകൾ പോലും ഇനി നിലനിൽക്കില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. വളരെ മോശമായി. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. തൽക്കാലം ഇത്രയും മതി.